ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 21 അധ്യായം അതിൻ്റെ 2-ാമത് വാക്യം, എൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേൾപ്പീൻ, അത് നിങ്ങൾക്ക് ആശ്വാസമായിരിക്കട്ടെ എന്ന വചനമാണ്. ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ കേൾക്കുന്ന വാക്കുകൾ തന്നെ ആഴത്തിൽ മുറിപ്പെടുത്തുന്നു എങ്കിലും തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം തൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതല്ല, അവർക്ക് ആശ്വാസവും സ്വാന്തനവും നൽകുന്നതായി തീരണം എന്ന് താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് നാം ഒന്ന് കടന്നു വന്നാൽ, ഭക്തന്മാരുടെ കാതിനകത്ത് കേട്ട വാക്കുകൾ, ദാനിയേൽ തൻ്റെ കാതിനകത്തേക്ക് വന്ന വാക്കുകൾ കേട്ടിട്ട് വളരെ നൊമ്പരപ്പെട്ട് സങ്കടപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി നിലവിളിക്കുന്നതായ നിലവിളിയുടെ അനുഭവങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 30 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും വഴിമധ്യത്തിൽ അർത്ഥപ്രാണനായി കിടക്കുന്ന കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടിട്ട് സകലതും നഷ്ടപ്പെടുകയും ആഴത്തിൽ മുറിവേറ്റ് കിടക്കുകയും ചെയ്യുന്ന ആ മനുഷ്യൻ ആ വഴിയിലൂടെ കടന്നു പോകുന്ന ആളുകളെ കണ്ടിട്ട് ഒരു സ്വാന്തനവും ഒരാശ്വാസവും അവരിൽ നിന്ന് ലഭിക്കും എന്ന് ചിന്തിച്ചെങ്കിലും അതൊന്നും ആ നിലകളിൽ തനിക്ക് ലഭിച്ചില്ല എന്ന് അവിടെയും രേഖപ്പെടുത്തപ്പെടുകയാണ്. ദാനിയേൽ കേട്ടതായ വാർത്തകളോ അല്ലെങ്കിൽ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടിട്ട് വഴിമധ്യത്തിൽ കിടക്കുന്ന ആ അർത്ഥപ്രാണനായ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളോ ദുഃഖവും വേദനയും ഉളവാക്കുന്ന അനുഭവത്തിലൂടെയാണ് കടന്നു പോകേണ്ടി വന്നതെങ്കിലും അതിനപ്പുറത്ത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അവർക്ക് സ്വാന്തനം നൽകുന്ന അനുഭവങ്ങളും കടന്നു വന്നിട്ടുണ്ട് എന്ന് നാം ഓർക്കണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 20 മുതൽ 26 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, വിശന്നലറിക്കിടക്കുന്ന സിംഹത്തിൻ്റെ കുഴിയിലേക്ക് വീണ ദാനിയേലിൻ്റെ സ്ഥിതി എന്തായിരിക്കുന്നു എന്നറിയേണ്ടതിന് രാജാവ് ആ ഗുഹയ്ക്കരികിലേക്ക് കടന്നു വന്നിട്ട് ദുഃഖസ്വരത്തോടെ സങ്കടത്തോടെ ദാനിയേലിനെ വിളിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. താൻ സേവിച്ച് നിൽക്കുന്ന ദൈവത്തിൻ്റെ വാക്കുകളും സ്വാന്തനങ്ങളും വിടുതലുകളും താൻ അനുഭവിച്ചതും രേഖപ്പെടുത്തപ്പെടുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷവും 10-ാം അധ്യായം 35-ാം വാക്യത്തിൽ വരുമ്പോൾ, എല്ലാവരും വഴി കടന്നു പോകുമ്പോഴും സ്വാന്തനപ്പെടുത്തുന്ന നല്ലൊരു ശമരിയക്കാരനെ അവിടെ രേഖപ്പെടുത്തുന്നതായി കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗത്ത് നിന്ന് നമ്മെ മുറിപ്പെടുത്തുന്ന, നമ്മെ സങ്കടപ്പെടുത്തുന്ന, നമ്മുടെ കണ്ണ് നിറയിക്കുന്ന വാക്കുകളും അനുഭവങ്ങളും കടന്നു വന്നാലും അതിനപ്പുറത്ത് നമുക്ക് സ്വാന്തനം നൽകുന്ന, നമുക്ക് ആശ്വാസം നൽകുന്ന, നമ്മെ വിടിവിക്കുന്ന, നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവസാന്നിധ്യവും ഒരു ദൈവശക്തിയും ഒരു ദൈവശബ്ദവും ഉണ്ടാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നാം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നതായ പ്രതികൂലത്തിനപ്പുറത്ത് ദൈവത്തിൻ്റെ കരുണയുടെ കരം നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നതെന്ന് തിരിച്ചറിയുകയാണ് ആവശ്യമുള്ളത്. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ നാം കേൾക്കുന്ന വേദനപ്പെടുത്തുന്ന വാക്കുകൾ മാത്രം കേട്ടിട്ട് നാം സങ്കടപ്പെട്ട് പിന്മാറുകയല്ല, ദൈവത്തിങ്കിൽ നിന്നുള്ള ആശ്വാസം പ്രാപിച്ച് ജീവിപ്പാൻ നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ,
ഞങ്ങൾ കേൾക്കുന്ന വാക്കുകൾ ദുഃഖമുണ്ടാക്കുന്നു എങ്കിലും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഞങ്ങളുടെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അത്ഭുതം കൊണ്ട് ദൈവം നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.